ഓണം നാളല്ലേ? ഈ പറഞ്ഞ ജീൻസും ഷർട്ടും ഒക്കെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിനെ എനിക്ക് ഇഷ്ടമായില്ല. എൻ്റെ പക്ഷേ ഇഷ്ടമായോ? മാറ്റിക്കൊണ്ട് നല്ല നോക്കി ഇറങ്ങി നല്ല ഇറങ്ങി നല്ല ഇറങ്ങിക്കോ. ഓണം നാളല്ലേ? മോനെ അച്ഛന് രണ്ടാഴ്ചയായിട്ട് ജോലിയൊന്നുമില്ലല്ലോ. പൈസ അല്ല എവിടുന്നാ മോനെ അച്ഛൻ ഡ്രസ്സ് എടുത്തരാ? ഇപ്പൊ സ്കൂളിൽ വന്ന സമയത്ത് നമ്മൾ എല്ലാവർക്കും യൂണിഫോമും ഡ്രസ്സൊക്കെ എടുത്തത് അടുത്ത ഓണത്തിന് എടുത്താ പോരെ? മോനെ ഓരോ ഉപ്പ ഗൾഫിൽ നിന്ന് വന്നല്ലോ. നിങ്ങൾ അച്ഛനൊക്കെ അങ്ങനെ അല്ലല്ലോ. അച്ഛൻ രണ്ടാഴ്ചയായിട്ട് വീണിട്ട് ജോലിയൊന്നും ഇല്ലാതെ കിടക്കില്ലായിരുന്നോ? ഓണത്തിന് എങ്ങനെ ഡ്രസ്സ് എടുക്കുക പൈസ ഇല്ലാണ്ട്? ആർക്കെന്നെങ്കിലും കടം പഠിക്കാൻ പറ്റും? നമുക്ക് പറ്റൂലല്ലോ. എന്താ ചെയ്യാ? എന്താ സുധിയേട്ടാ കുട്ടികളൊക്കെ പറയണ്ടായിരുന്നു, എന്തോ പറയണ്ടായിരുന്നല്ലോ. ഒന്നുമില്ല ഉസ്മാനിക്ക, നാളെ ഓണല്ലേ. അപ്പൊ ഒരു മക്കള് ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഡ്രസ്സൊന്നും എടുത്തില്ല. അപ്പൊ രണ്ടാഴ്ചയായിട്ട് അവരിങ്ങനെ പുറകില് നടക്കുകയാണ്. ആഴ്ചയാണെങ്കിൽ ഒന്ന് വീണിട്ട് ഇവരൊക്കെ വേദനയായിട്ട് ഹോസ്പിറ്റലായിരുന്നു. ഡോക്ടറെ കാണിച്ചില്ല? ഡോക്ടറെ കാണിച്ചു. ഇനിയിപ്പോ ഓണം കഴിഞ്ഞിട്ട് ജോലിക്ക് ഇറങ്ങാന്നാണ് വിചാരിക്കുന്നത്. നബിദിനല്ലേ എല്ലാരും ഡ്രസ്സ് എടുത്തേക്കണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഇടങ്ങേറാക്കില്ല. അങ്ങനെ ഞങ്ങള് പോയിട്ട് ഡ്രസ്സൊക്കെ എടുത്ത്. പക്ഷെ ഇവനക്ക് പറ്റിയത് ഇവനക്ക് പറ്റിയിരിക്കണ്. ഇവനക്ക് ഏകദേശം പറ്റാത്ത മാതിരിയാണ്. നല്ല ജീൻസും കാര്യങ്ങളൊക്കെ. ഇപ്പത്തെ പിള്ളേരല്ലേ, ഒക്കെ ഒരു മോഡലല്ലേ. ഇവർക്ക് ഞാനിപ്പോ സ്കൂളൊക്കെ 4000 റുപ്യന്റെ യൂണിഫോമിന് തന്നെ 4000 റുപ്യ ആയിട്ടുണ്ട്. രണ്ട് ജോലിയൊന്നും ഇല്ലാത്തോണ്ടേ ഡ്രസ്സൊന്നും എടുക്കാൻ സാധിച്ചില്ല. ഇങ്ങനെ പുറകില് നടക്കാണ്. എന്താ ചെയ്യാ, ഒരു പിടുത്തം കിട്ടുന്നില്ല. വേദനക്ക് കുറവുണ്ട്. ഇപ്പൊ വേദന കുറവുണ്ട്. ഇപ്പൊ 2 ദിവസം കഴിഞ്ഞിട്ട് ജോലിക്ക് ഇറങ്ങാന്നാണ് വിചാരിക്കുന്നത്. അല്ല സുധിയേട്ടാ, നിങ്ങൾക്ക് ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു. ഞാൻ ഇവിടെ അടുത്ത് തന്നെ അല്ലേ ഉള്ളത്. നിങ്ങൾ അതിനെ പറ്റി ഒന്നും പറഞ്ഞും ചെയ്തില്ല. അത് പിന്നെ നിങ്ങളല്ലാതെ തന്നെ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ എത്ര വെച്ചിട്ടാ ബുദ്ധിമുട്ടിക്കുക. അതാ പിന്നെ ഞാനൊന്നും പറയാതിരുന്നത്. നമ്മളറിഞ്ഞാൽ മതിയല്ലോ നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ. ഹലോ ജാഫർക്ക, നമ്മളെ സുധിയേട്ടനില്ലേ, ഞാൻ ഈ വാട്സാപ്പിൽ ഒരു വില്ല് വിടുന്നുണ്ട്. ആ വില്ലത്തെ സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് സുധിയേട്ടൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തു കൊടുക്കട്ടോ. ആ പേയ്മെൻറ്റ് ഞാൻ വിട്ടുതരാം. അത് കുഴപ്പമില്ല. ആയിക്കോട്ടെ. എന്നാൽ ശരി. ഓക്കെ. ശരി സുധിയേട്ടാ, കുട്ടികൾക്കൊക്കെ നിങ്ങൾ ഓണക്കല്ലേ ഇത് വെച്ചോളൂ. ഇത് വെച്ചോളൂ. കുട്ടികൾക്കൊക്കെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അല്ലല്ലോ വെച്ചോ. അത് കുഴപ്പമില്ല. ഒരുപാട് അതൊന്നും നോക്കട്ടെ സുധിയേട്ടാ. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബന്ധങ്ങൾ ഉണ്ടാവൂലേ. പിന്നെ ഞാൻ ഓണത്തിന് എന്തായാലും മക്കളൊക്കെ കൂട്ടിയിട്ട് വരുന്നുണ്ട് ഫുഡൊക്കെ കഴിക്കാൻ. അതെന്തായാലും വരണം. എന്തായാലും വരും. എന്നാ ശരി കേട്ടോ. ശരി ഓക്കെ. എന്നാ ഡ്രസ്സൊക്കെ എടുത്തോളൂ കേട്ടോ. എന്നാലും പോയി ഡ്രസ്സ് എടുത്തോളൂ കേട്ടോ. കണക്കൊക്കെ ആക്കണ്ട, തിരക്കാവും കേട്ടോ. എന്നാ ശരി. തരാൻ സാധിക്കൂല. അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. നിങ്ങള് ഡ്രസ്സൊക്കെ തന്നെ എടുത്ത് കൊടുക്കും കേട്ടോ. എന്നാ ശരി ഓക്കെ. സാധനങ്ങളൊക്കെ കൊണ്ടോ? അല്ല കൊടുത്തില്ല. അല്ല തന്നെ കൊടുക്കാം. അങ്ങോട്ട് കൊടുക്കാം. എന്താണ് ഇതിന്റെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അത് കുറച്ച് സാധനം മാത്രമേ മേടിച്ചിട്ടുള്ളൂ. ആണോ? ആവശ്യം ഉണ്ടായിരുന്നോ? ഇല്ലെങ്കിലേ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ. നമ്മൾ വെറുതെ എല്ലാരും ഇങ്ങനെ എന്തായാലും വലിയ ഉപകാരം മക്കളെ. കാരണം മക്കളൊക്കെ 2 ആഴ്ച ജോലി ഇല്ലാതെ ഒരു പണിക്കൊന്നും പോകാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു ഓണം വന്ന മക്കൾക്കൊക്കെ ഡ്രസ്സ് വേണം. അതിനെ അദ്ദേഹം സഹായിച്ചുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ഒക്കെ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പറ്റിയത്. നമ്മളാരും അറിയുന്നില്ലല്ലോ. എന്തായാലും വലിയ ഉപകാരമായി. ഇപ്പൊ നബിദിനൊക്കെയാണ് അല്ലേ? എന്നാണ് ഇപ്പൊ ആഘോഷങ്ങളും പരിപാടികളൊക്കെ? ചൊവ്വാഴ്ചയാണ് നബിദിനം. അപ്പൊ പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അന്ന് തന്നെയാണ് ഓണം. ഒറ്റ ദിവസമാണല്ലോ വരുന്നല്ലേ. ബുദ്ധിമുട്ടായില്ലേ മക്കൾക്ക്? നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഞങ്ങള് അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല. ഞങ്ങളിത് ഇദ്ദേഹം നല്ലൊരു കടമയാണ് ചെയ്തത്. മൂപ്പര് എന്നെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഞാനത് കൊണ്ടുവന്ന് അത്ര. ഓണായിട്ട് എന്തൊക്കെ പരിപാടി? ഓണായിട്ട് എന്താ പറയാനാ? ഓണായിട്ട് ഇപ്പൊ മക്കൾക്ക് നമുക്കിങ്ങനെ വയ്യാത്തോണ്ട് പോവാനൊന്നും വയ്യ. പിന്നെ ഓണം നബിദിനം ഒറ്റ ദിവസമല്ലേ. ഞാനും പ്രവാചകന്റെ പുസ്തകങ്ങളൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. അതിലൊരു മഹത് വചനം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. കാരണം ഇന്ന് എനിക്കത് പ്രാവർത്തികമാക്കി. കാരണം നിങ്ങളിലൂടെ എനിക്കത് സാധിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ കണ്ടിരുന്നത്
തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നവന് എന്നിൽപ്പെട്ടവനല്ല എന്നുള്ള പ്രവാചകന്റെ ഒരു മഹത്തായ വചനുണ്ട്. ആ വചനാണ് ഇന്നിപ്പോ നിങ്ങള് പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. ദൈവം നിങ്ങൾ എന്തായാലും എവിടെയും പ്രയാസപ്പെടുത്തൂല. ഇതില് ആഘോഷമല്ല വലുത്, മറ്റുള്ളവരെ സഹായിക്കലാണ് ഇതില് പുണ്യമുള്ള കർമ്മങ്ങൾ. തീർച്ചയായിട്ടും ഓണായാലും നബിദിനായാലും പെരുന്നാളായാലും ആഘോഷങ്ങളാണ്. പക്ഷെ അവിടെ ആരും പട്ടിണി കിടക്കാൻ പാടില്ല എന്നൊരു സന്ദേശം തന്നെയാണ് എല്ലാവരും നൽകുന്നത്. എല്ലാ ഓണായാലും പെരുന്നാളായാലും ഒരേ സന്ദേശം. അതെ, എന്തായാലും വളരെ സന്തോഷം. ചായ എടുക്കട്ടെ? ശരി സുധിയേട്ടാ. ഓക്കെ, അപ്പൊ ഓണത്തിന് എല്ലാരും വരാട്ടോ. വളരെ സന്തോഷം. പോയിട്ട് വരാ. ശരി, നോക്കി ഇറങ്ങണം കേട്ടോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ശരി. പോലെ